എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു അലുവ ഉണ്ടാക്കാൻ പോകുക. അലുവയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ള ഒരു അലുവ, വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും. ഞാൻ 2 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കാൻ പോവുകയാണ്. അതായത് 250 ml ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ തേങ്ങയ്ക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിലടിച്ച് അത് പിഴിഞ്ഞെടുത്തു. അത് 2 കപ്പ്, അതായത് 500 ml വരെയും തേങ്ങാപ്പാൽ. ഇത് 250 ഈ കപ്പിൻ്റെ അളവ്. 2 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നൊരു തുള്ളി തേങ്ങാപ്പാൽ എടുത്ത് ഞാൻ ഫുഡ് കളറാക്കി വെച്ചിട്ടുമുണ്ട്. ഇതിൽ നിന്ന് ഇനി നമുക്കിതിനകത്തേക്ക് ഓരോ സാധനങ്ങൾ. ഇതിനകത്ത് ഞാൻ ചേർക്കുന്ന 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടല്ലേ, 2 ടീസ്പൂൺ. അത് കണ്ടമാനം മുകളിലോട്ട് നിറച്ചിട്ടുമില്ല ഞാനത്. അത് ആ തേങ്ങാപ്പാലിലേക്ക് ഇട്ടു. നമുക്കിതിനകത്ത് തന്നെ എല്ലാ സാധനങ്ങളും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് നമുക്കങ്ങ് വെച്ചാൽ മതി. ഇതാ പഞ്ചസാര ഇടുകയാണ് ഞാൻ. 4 ടീസ്പൂൺ പഞ്ചസാരയും ഞാൻ ഇതിനകത്ത് ഇടുന്നുള്ളൂ. ഒരുപാട് മധുരം വേണ്ട നമുക്ക്. നല്ല ടേസ്റ്റി ആയിരിക്കും ഇത്. നമ്മൾ 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട്, 1 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ടിട്ട് ഏലയ്ക്ക, അതിനകത്ത് 3 ഏലയ്ക്ക പൊളിച്ചിട്ട് അത് പൊടിച്ച് ഞാൻ അതിൻ്റെ പൗഡറാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ടു. അതായത് ഇച്ചിരി ഉപ്പാണ് കേട്ടോ, ശകലം ഉപ്പ് കൂടെ ചേർക്കുക അതിനകത്ത്. വെറും കുറഞ്ഞ ചിലവിൽ അലുവ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ഞാൻ കാണിക്കുന്നത്. വളരെ നല്ല ടേസ്റ്റുള്ള അലുവ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള അലുവ നമുക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ. അതായത് ഇപ്പോൾ നമുക്ക് ഒരു മുറി തേങ്ങ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, അതായത് ചോളത്തിൻ്റെ പൊടി, വെള്ളച്ചോളത്തിൻ്റെ പൊടി, അത് 4 ടീസ്പൂൺ പഞ്ചസാര, ഇത്രയാണ് ഇപ്പം നമ്മൾ. ശകലം ഉപ്പുമാണ് ഇപ്പം നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിനകത്ത് നമ്മൾക്ക് 3 ടീസ്പൂൺ നെയ്യ് നമ്മൾ ചേർക്കുന്നുണ്ട് ഇതിനകത്ത്. അതിപ്പോഴല്ല, ഇത് നല്ലോണം കുറുകി വന്നതിന് ശേഷം മാത്രം. ഇതിൽ നിന്നൊരിച്ചിരി തേങ്ങാപ്പാൽ ഞാൻ എടുത്തിട്ട് ഒരു ശകലം ഫുഡ് കളർ ഞാൻ ഇതാക്കി വെച്ചിട്ടുണ്ട്, അവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം തിളച്ച് കുറുകട്ടെ. കുറച്ച് വെളുത്ത എള്ള് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ ഒരു ശകലം നെയ്യ് തൂത്തിട്ട് വെളുത്ത എള്ള അതിനകത്ത് ഇട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അത് പാത്രം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഫുഡ് കളർ ശകലം തേങ്ങാപ്പാലിനകത്ത് ചേർത്ത് വെച്ചിരുന്നത്. അതും കൂടെ ചേർത്ത് അങ്ങനെ അത്രയും മതി. ഇനി അത് കുറുകി വരുന്ന സമയത്ത് നല്ല കളറായി വരും. അത് നിർത്താതെ ഇളക്കണം നമ്മളത്. ഒരു ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു ഗസ്റ്റ് വരുന്നതെന്നറിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കൊരു ചായക്ക് അവർക്കൊരു കടി കൊടുക്കാനൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ 2 സ്പൂൺ കോൺഫ്ലവർ, ഒരു മുറി തേങ്ങ, ഒരു 3-4 സ്പൂൺ പഞ്ചസാര, ഇതെല്ലാമായിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പുമൊക്കെ ചേർത്ത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളത്. ഞാൻ അത് കുറുകി വന്ന് ഞാൻ 1 സ്പൂൺ നെയ്യ് ചേർക്കുകയാണ്. 1 ടീസ്പൂൺ നെയ്യാട്ടോ ചേർത്തിരിക്കുന്നത്. ഇപ്പം അതിൽ 3 ടീസ്പൂൺ നെയ്യ് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ ഇതിനകത്ത്. തേങ്ങാപ്പാലിനകത്തായതുകൊണ്ട് നല്ല ടേസ്റ്റായത്. നല്ലോണം ഇളക്കി നന്നായി കുറുകി വരണം ഇത്. ഇത് നമ്മൾ കുറച്ച് നേരിയ മധുരം ഉണ്ടാവുള്ളൂ. ഒരുപാട് മധുരം നമുക്ക് മടുപ്പിക്കുന്ന മധുരവും ഉണ്ടാകത്തില്ല. നല്ല ടേസ്റ്റും ആയിരിക്കും, കഴിക്കാൻ നല്ല സുഖമാണ്. 2ാമത്തെ ടീസ്പൂൺ നെയ്യൂടെ ഞാൻ ചേർത്തു. ഇത് കുറുകി വരുന്നതിനനുസരിച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ. നമുക്ക് അടി പിടിക്കാതെ ഇളക്കണം. നോസ്റ്റിക്കിൻ്റെ പാത്രം കൊണ്ട് അടി പിടിക്കത്തില്ല. എന്നിരുന്നാലും നമ്മളിൽ ഇളക്കിൽ മിസ്റ്റേക്ക് വന്നാൽ അത് ആ ഭാഗത്തിന് കളർ വ്യത്യാസം വരും. അത് വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം. ഇത് അകത്തുനിന്നെല്ലാം വിട്ട് വരുന്നുണ്ട് ഇപ്പം.
അതിൽ നിന്ന് ഇളക്കിയതൊക്കെ നല്ലപോലെ വിട്ട് വരുന്നുണ്ട്. നിർത്താതെ ഇളക്കണമെന്ന് മാത്രം. ഞാൻ 2000-ലിട്ടാണിത് കുറുകിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ 1800-ലിട്ടു. ഇച്ചിരൂടെ നല്ലോണം കുറുകി വരുന്നുണ്ടല്ലോ. അതാ നന്നായി കുറുകി വരുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണ്. നമ്മളിങ്ങനെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ള ഓരോ കാര്യങ്ങളും. അതിനെല്ലാം നമ്മൾ ഓടിപ്പോയി ബേക്കറിയിൽ പോയിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിങ്ങനെ ഓരോന്നോരോന്ന് നിസ്സാരമായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുകയും എല്ലാവരും അത് കഴിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ നമുക്കും ഒരു സന്തോഷം, അവർക്കും നല്ല ടേസ്റ്റി ആയുള്ള ഭക്ഷണം കിട്ടി. അതുപോലെ തന്നെ ബേക്കറിയിൽ നിന്ന് വാങ്ങാത്തതും അത്രയും ചിലവുമില്ല. നമ്മൾ 1 കിലോ അലുവ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ എത്ര ചിലവുണ്ടാവും, എത്ര പൈസ വേണം? ആ പൈസ വേണ്ട, ഇതിന് ഇത്രയേ ഉള്ളൂ. നന്നായി കുറുകി വരണം ഇത്. ഇപ്പോൾ കുറുകി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നിർത്താതെ ഇളക്കണം. ഇത് അടി പിടിക്കാതെ ഇളക്കി 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 എടുക്കണം. നിങ്ങളെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ഈ എളിയ ചാനൽ വിജയിപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുക നിങ്ങളോട്. എല്ലാവരും എന്നോട് സഹകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കുറി വരാൻ തുടങ്ങി. നമ്മൾ നന്നായി നിർത്താതെ ഇളക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ഒരു ഭക്ഷണമാണ്. ഒരു കട്ടി അങ്ങനെയൊന്നും ഇല്ലാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് ആണ് അതിൻ്റെ ഇത്. ഞാൻ ആ പഞ്ചസാര പൊടിച്ചതും ഇതും കൂടി ഞാൻ അതിനകത്ത് ചേർക്കുകയാണ്. ഏലക്കായിട്ട് പഞ്ചസാര പൊടിച്ചത്. പഞ്ചസാരക്കകത്താണ് ഏലക്കായിട്ട് പൊടിച്ചത് പറഞ്ഞപ്പോൾ തിരിഞ്ഞ്. നമുക്ക് നന്നായി ഇളക്കാം. അത് നല്ലോണം കുറുകി വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ നിന്ന് വിട്ട് വരും. ഇനി ഈ എണ്ണ ഇതിനകത്ത് നമ്മൾ ആ ചേർത്ത നെയ്യ് പുറത്തേക്ക് 3-ാമത്തെ സ്പൂൺ നെയ്യ് ഞാൻ ചേർത്ത് കേട്ടോ. അത് മതി. ഇനി നമ്മൾ നെയ്യൊന്നും ചേർക്കണ്ട. ഈ നെയ്യ് ഞാൻ ഉണ്ടാക്കിയെടുത്ത നെയ്യാണ് കേട്ടോ. വാങ്ങുന്ന പാലിൽ നിന്ന് ഞാൻ നെയ്യ് ഉണ്ടാക്കിയെടുത്ത് വെച്ചിരിക്കുന്ന, അതും വാങ്ങിയതല്ല. ഇതൊക്കെ എല്ലാം നമ്മൾ നോക്കിക്കണ്ട് ചെയ്താൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഇതേപോലെ പെട്ടെന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേഗം നമ്മുടെ വീട്ടിൽ ആരും ഇല്ലല്ലോ, ഇനിയിപ്പോൾ പെട്ടെന്നൊന്ന് കടയിൽ പോകാൻ ആളില്ലല്ലോ, അങ്ങനൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് നമ്മൾ അടുക്കളയിലോട്ട് കയറിയാൽ മതി. അവർ വരുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അരമണിക്കൂർ നേരം കൊണ്ട് നമുക്ക് അവർക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കാം. ഇത് മാത്രമല്ല, ഞാൻ ഇനി ഇതുപോലെ തന്നെയുള്ള ഭക്ഷണം ഈസിയായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഓരോ പലഹാരങ്ങളൊക്കെ ഞാൻ കാണിച്ചത്. അത് ഞാൻ വെളുത്ത എള്ളിടുകയാണ് അതിനകത്ത്. വേറൊന്നും അതിനകത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടില്ല. ഒരു സാധനവും ചേർത്തിട്ടില്ല അതിനകത്ത്. ഇതൊന്നും ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിന്. നമുക്കെല്ലാം ഒന്നും എപ്പോഴും വീട്ടിലുണ്ടായെന്നിരിക്കത്തില്ല. അപ്പം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പലഹാരം. അത്രയും നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മുടെ വീട്ടിലുള്ള സാധനം കൊണ്ട് ചെയ്യാൻ പറ്റിയത്. ഇതിൻ്റെ തന്നെ അലുവ തന്നെ ഇത് പല സൈസുണ്ട്. അത് ഞാൻ ഇനി പലത് കാണിച്ചു തരാം. ഓരോ സാധനങ്ങൾ ഉണ്ട്. നമ്മൾ അലുവ മുറിച്ച് തന്നെയാണ് എടുക്കുന്നത്. എന്നാൽ തമിഴ്നാട്ടിൽ പിന്നെ കർണാടക സ്റ്റേറ്റ് അല്ലെ ബോംബ ബാംഗ്ലൂർ ഇങ്ങനെ ഭാഗങ്ങളിൽ സ്പൂണ് കൊണ്ട് കോരി തിന്നുന്ന അലുവയുണ്ട്. ഞാൻ അവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള സമയത്ത് അവിടുന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് നല്ലപോലെ മുറിച്ചെടുക്കാം. ശരിക്കും ഒരു 2 മണിക്കൂർ വെച്ചിരുന്നാലാണ് നന്നായി മുറിച്ചെടുക്കാൻ പറ്റുക. മുറിക്കുകയെന്നല്ല, അങ്ങ് ശരിക്കും അലുവ പോലെയാകും. മറ്റേത് സോഫ്റ്റാന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത് മുറിച്ച് കാണിച്ചു തരാം. അന്നേരം തന്നെ മുറിച്ച് കാണിച്ചു തരാം. കുടഞ്ഞിട്ട് അന്നേരം തന്നെ മുറിച്ച് കാണിച്ചു തരാം. നന്നായി മുറിച്ചെടുക്കാൻ പറ്റും. പക്ഷെ നല്ലപോലെ തണുത്ത് സോഫ്റ്റായിട്ട് മുറിക്കുകയാണെങ്കിൽ അത് വേറൊരു ഇതായിരിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇതാണ്ട, ഇനി ഇതിൽ നിന്ന് നമുക്ക് ആ നെയ്യ് ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങി. അവിടെ നെയ്യ് ഇറങ്ങുന്നുണ്ട്.
നമ്മൾ അങ്ങോട്ട് ഒഴിച്ച നെയ്യ് ഇങ്ങോട്ട് തന്നെ ഇറങ്ങി വരുന്നുണ്ട് ഇപ്പോൾ. നന്നായി ഇളക്കണം, നമ്മൾ ഇളകി കൊടുത്തുകൊണ്ടിരിക്കണം. ആ നെയ്യ് ഇങ്ങ് പുറത്തേക്ക് പോരും. ആ തേങ്ങാപ്പാലിനകത്തുള്ള എണ്ണമയോ എല്ലാം കുടിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇപ്പം തന്നെ നമ്മൾ പാത്രത്തിലേക്കാക്കി അന്നേരം തന്നെ മുറിച്ചാലും നന്നായി മുറിഞ്ഞ് പോരും. അതോട്ട് ഇളകിപ്പോവും, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിങ്ങനെ ലൂസായല്ലേ കിടക്കുന്നത്, ലൂസ് പോലെ അല്ല. ഇതിപ്പോൾ തന്നെ ഞാൻ മുറിച്ച് കാണിച്ചു തരാം. ഇതുകൊണ്ട് മാത്രമൊന്നുമല്ല, നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കാം, ഇത് പിന്നെ റാഗി കൊണ്ടുണ്ടാക്കാം. ഞങ്ങളിവിടെ മുത്താറി എന്നാട്ടോ പറയുക. ഞാൻ ഇതിനകത്ത് ഇച്ചിരി നെയ്യ് തൂത്തേച്ച് അതിനകത്ത് ഇച്ചിരി വെളുത്ത എള്ളിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒഴിക്കുകയാണ് ഞാൻ. ഉണ്ടോ, ഇപ്പം തന്നെ അങ്ങ് ടൈറ്റ് ആയിക്കോളും. നമ്മൾ ഒത്തിരി താമസിക്കുകയൊന്നും വേണ്ട. പക്ഷേ ഇതിന്ന് ഇപ്പോൾ ശരിയാക്കി വെച്ച് 2 മണിക്കൂർ കഴിഞ്ഞ് മുറിക്കുകയാണെങ്കിൽ വേറൊരിത് കുറേ കൂടെ നല്ല ടൈറ്റായി അങ്ങനെ നിൽക്കും. ഇതും ഇപ്പം തന്നെ ടൈറ്റ് ആയിക്കോളും. ഞങ്ങൾക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടിയിലേക്കൊക്കെ ഒന്ന് ഇതാകാൻ വേണ്ടിയിട്ട്. കണ്ട, ഇതിപ്പം തന്നെ ഇത് ഇളകി വരികയും ചെയ്യും. അല്ല, നമ്മൾ അത്രയൊന്നും ബുദ്ധിമുട്ടില്ല. നിങ്ങളെല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം. എൻ്റെ ചാനൽ, നിങ്ങളുടെ കമൻറ്റുകൾ അതേപോലെ നിങ്ങൾ ഷെയർ ചെയ്യണം മറ്റുള്ളവർക്ക്. ഈ ചെറിയ ചാനൽ, എൻ്റെ ഈ ചെറിയ ചെറിയ ഭക്ഷണ സാധനങ്ങൾ, ഇതെല്ലാം ഞാൻ നിങ്ങളെല്ലാവരോടും നന്ദിയുള്ളവളായിരിക്കും. നന്ദി, നിങ്ങളോട് നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. നിങ്ങളെല്ലാവരും എന്നോട് സഹകരിക്കണം. അതായത് ഞാൻ മുറിച്ചുകൂടെ കാണിച്ചു തന്നേക്കാം. ഇത് കണ്ട, അത് മുറിക്കുന്ന സമയത്ത് അതേപോലെ തന്നെ കണ്ട, നല്ല സോഫ്റ്റാണ്. ഇപ്പം തന്നെ മുറിച്ച് കൊടുക്കുക. അത് കണ്ട, അപ്പം തന്നെ ഞാൻ മുറിച്ച് കാണിക്കുക. ഉണ്ടത് നല്ല കയ്യിലിരുന്ന് ഇങ്ങനെ തുള്ളും. അതുപോലെ ടേസ്റ്റുമാണത്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. പെട്ടെന്ന് ഒരാൾ വരുന്ന നമ്മോട് വിളിച്ച് പറഞ്ഞാലും ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും